ഒരു ചെറിയ അബദ്ധം പറ്റി. വൈകുന്നേരത്ത് എന്റെ ഒരു കൂട്ടുകാരനെ കാണാൻ പോയി. ഇന്ന് അവിടെ കഴിയാമെന്ന് കരുതി. ആ വലിയ ബംഗ്ലാവിൽ ആകെ അസൗകര്യമായിരുന്നു കൊണ്ട് തിരിച്ചു പോന്നു. റോഡിലിറങ്ങിയതും പോലീസ് പറയുന്നു. അയ്യോ, എന്താ ചിന്നമ്മയ്ക്ക് ഭയമാണോ? പിടിക്കാൻ ഒക്കത്തില്ലെന്ന് എനിക്കറിയാം. ഇവിടെ കഴിയാൻ സൗകര്യമുണ്ടോ? അല്ലേ, ഇവിടെ എന്തെന്നാ സൗകര്യക്കുറവ്? ഇതിനകത്ത് 1 ഇഞ്ച് സ്ഥലം പോലും ബാക്കിയില്ലല്ലോ. ഈ അടുപ്പ് കല്ല് മാറ്റിയിട്ടേ അവിടെ പുട്ടിലിട്ട് തരാം. ഇങ്ങോട്ട് ഇരുന്നാട്ടെ. അടുപ്പുകല്ല് പിഴുതാൽ നാളെ കഞ്ഞി വയ്ക്കുന്നത് എങ്ങനെ? അത് നമുക്ക് മുറ്റത്ത് അടുപ്പ് കൂട്ടാം. ആരെങ്കിലും ചോദിച്ചാലേ പെരയ്ക്കകം ചാണകം മെഴുകിയിരിക്കാന്ന് പറയാം. അങ്ങനെ തന്നെ ആവട്ടെ. കോഴികളും ഇതിനകത്ത് തന്നെയാണോ ചിന്നമ്മേ? കുറുക്കന്മാര് ധാരാളമുണ്ട്. പോലീസുകാരെ പോലെ പതുങ്ങി നടക്കുക കോഴിയെ പിടിക്കാൻ. ഇന്ന് വല്ലതും കഴിച്ചതാണോ? വല്ലതും ഇരിപ്പുണ്ടോ? അത്താഴത്തിന് കപ്പ മാത്രമേ ഉള്ളായിരുന്നു. ഓ, എനിക്കൊന്നും വേണ്ട. വേഗം അങ്ങ് വൃത്തിയാക്ക്. എന്തോന്നാ ചിന്നമ്മേ അത്? ഇന്ന് കഞ്ഞി വെച്ചില്ല. നിന്റെ കയ്യിൽ എന്തുവാണെന്നാ ചോദിച്ചത്? ആഞ്ഞിലിക്ക കുത്തിപ്പൊടിച്ച് വേവിച്ചതാ. അത് രസിക്കുന്ന സാധനമല്ലേ? നല്ല സ്വാദം. നിനക്കെന്ത് പറ്റി? കുറച്ചരി വാങ്ങാൻ പലയിടത്തും നടന്നു, കിട്ടിയില്ല. എനിക്ക് സദ്യ ഒരുക്കി തരാൻ കഴിയാത്തതുകൊണ്ടുള്ള സങ്കടമാണ്. മണ്ടി. ഇന്നലെ പോലും ഒന്നും കഴിച്ചില്ലല്ലോ. ഈ ആഞ്ഞലിച്ചക്ക തിന്നുന്ന ഞാൻ അനുഭവിക്കുന്ന സംതൃപ്തിയും സുഖവും ഒരു ഭക്ഷണത്തിൽ നിന്ന് ഇന്നോളം എനിക്ക് കിട്ടിയിട്ടില്ല. അടുപ്പുകല്ല് പിഴുതു മാറ്റിയ ഈ കിടക്കയിലെ ആനന്ദം പട്ടുമെത്തയിൽ കിടന്നാലും എനിക്ക് കിട്ടുകയില്ല. എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുന്നത് അല്ല. കാരണം എന്റെ തലയ്ക്ക് 5000 രൂപ വിലയുണ്ട്. നിത്യദാരിദ്ര്യം അനുഭവിക്കുന്ന നിങ്ങൾ ജീവൻ പണയപ്പെടുത്തി എനിക്ക് ഒരുക്കി തന്നതാണ് ഈ കിടക്കയും ഈ ആഞ്ഞിൽ ചക്കയും. ഞാനൊരു പുതിയ മനുഷ്യനാണ്. എന്റെ ഹൃദയം യഥാർത്ഥ മനുഷ്യവികാരങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഇങ്ങോട്ട് വാടി. ഉറുപ്പ് എത്ര വെറുതെ കണ്ടില്ലേടി? വെളുത്ത കുഞ്ഞെ ഇപ്പൊ കണ്ടാലൊന്നും എഴുന്നേക്കാൻ പോലും വയ്യ. ഉള്ളതാ തമ്പേ. ഇത് അടി ചിന്നമ്മേ പെരക്കകത്ത്. പെരക്കകത്തോ? ഈ രവി എന്നും പറഞ്ഞ ഒരാളെ ഒളിച്ചു നടപ്പില്ലേ, അദ്ദേഹം ഇതിനകത്തിരിക്കുന്നു. ഞാൻ അദ്ദേഹത്തിന് ആഹാരം കൊടുക്കുകയായിരുന്നു കുറുപ്പമ്പ്ര. നീ ഞങ്ങളെ അങ്ങനെ ഊയാക്കൊന്നും വേണ്ട. ഞങ്ങളവനെ എവിടെയാലും ഇട്ട് പിടിക്കും. എന്നാ ഈ പെരക്കകത്തോട്ട് കയറി പിടിച്ചോണ്ട് പോയിക്കാട്ടെ. നിങ്ങൾ അവനെ ഇതിനകത്ത് ഒളിച്ചിരുത്തത്തില്ല എന്ന് എനിക്കറിയാമല്ലോ. നിങ്ങൾ കർത്താവ് അദ്ദേഹത്തിന്റെ അടിയാന്മാരും കുടിയടപ്പുകാരുമാ. അപ്പൊ നിങ്ങൾ നന്ദിയോട് കാണിക്കൂ. നന്ദിയോട് കാണിക്കത്തില്ല. വെളുത്തൂഞ്ഞേ, ആ രവിയും കൂട്ടരെയും ഇങ്ങനെ അങ്ങ് വിട്ടാ പറ്റത്തില്ല. അവന്മാര് നാട് മുടിക്കും. അവർ ഈ വഴിക്കെങ്ങാനും വരുത്തുപോക്കുണ്ടോന്ന് ഒന്ന് നോക്കിക്കോണം. ഞാൻ അതിനായി ചുറ്റി നടക്കുന്നത്. അതെ, പിടിച്ചു കൊടുത്ത 5000 രൂപ കിട്ടും. എനിക്ക് പിടിക്കാനും ഒന്നും മേലാ ചന്ദ്ര. വല്ലതും ചെയ്തോ? നീ ചുമ്മാരുടെ പല്ലടാ. അവരെന്തോ ചെയ്യാനാ? എന്റെ കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ അപ്പോഴേ തൂക്കിയെടുത്ത് ഞാൻ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുക്കുകയും ചെയ്യും. 5000 രൂപയും വാങ്ങിക്കും. അദ്ദേഹത്തിന്റെ കയ്യില് തോക്കും കഠാരിയൊക്കെ ഉണ്ടെന്നാ പറയുന്നേ.
തോക്കോ എന്നെ എടുക്കാനാ? എന്നാലേ ഞാൻ നിങ്ങളോട് ഒരു രഹസ്യം പറയാം. ഈ രവിയെ ഞാൻ കണ്ടു. കണ്ടു. ഒരു ദിവസം രാത്രി ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പം രവി കൊണ്ട് പതുങ്ങി കൈതക്കാട്ടിലോട്ട് ഒളിക്കുന്നു. ഞാൻ ചാടി അവന്റെ പെടലേക്ക് പിടിച്ചു, തൂക്കിയെടുത്തന്റെ മുമ്പ് കൊണ്ട് തീർത്തു. എവിടുന്നറിഞ്ഞില്ല, 2 വശത്തുനിന്നും 2 തോക്കും വലിച്ചെടുത്തോണ്ട് എന്റെ മുന്നിലോട്ടൊരു വരവ്. ഞാനൊന്ന് ചിരിച്ചു. അയ്യോ, പേടിച്ചില്ലയോ? പേടിയോ? എനിക്കോ? കൊള്ള. ഞാൻ ഉടനെ ഇടുപ്പിന്ന് നഖം വെട്ടുന്ന ആ കൊച്ചുകുച്ചാത്തി എടുത്ത് നഖവും ചിരണ്ടിക്കൊണ്ട് അവന്റെ അടുത്ത് ചോദിച്ചു, കൊച്ചനെ, രവി, നീ എന്ത് വേടാ ഈ പൊട്ടക്കോഴിലും പൊക്കി കാണിച്ചോണ്ട് എന്റെ മുന്നേ നിൽക്കുന്നേ? തോക്ക് വേണ്ടി 2 ഞാൻ നിനക്ക് അങ്ങോട്ട് തരാമടാ, നിനക്ക് എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാമോ എന്ന് പറയും. എന്റെ വെളുത്ത കുഞ്ഞെ, അവൻ എന്റെ കാലി നെടുമ്പാടെ അങ്ങ് വീണു. കാലി കെട്ടിപ്പിടിച്ചോണ്ട് ഇട്ടോറോന്നൊരു കരച്ചിൽ. എന്റെ പൊന്നു കുറുപ്പേട്ടാ, എന്നെ രക്ഷിക്കണേന്ന്. അയ്യോ, നീ പറഞ്ഞു തന്നെയാ പെണ്ണെ എനിക്കും അപ്പം തോന്നിയത്. മേലാ നിന്നെ ഈ നാട്ടിൽ കണ്ടുപോയത്. ഇല്ലേന്ന് വലിയ വായിക്ക് വിളിച്ചു നോക്കിട്ട് പോയവനെ പിന്നെ ഇതേവരെ നാട്ടിൽ കണ്ടിട്ടില്ല. വിദ്യം വിട്ടുകളഞ്ഞല്ല, വലിയ നഷ്ടമായി പോയി. വിദ്യൻ രവിയെ കണ്ടിട്ട് വെറുതെ വിട്ടുകളഞ്ഞെന്ന് പോലീസുകാരോടൊന്ന് പറയണം. കൊച്ചേ, മണ്ടത്തിലൊന്നും കാണിക്കരുത്. എനിക്ക് പോലീസിനെ അല്ലല്ല എനിക്ക് പോലീസിനെ അല്പം പേടിയാ കേട്ടോ. രവിയത്യത്തിന്റെ ഭാര്യയല്ലയോ ആ വരുന്നത്? എന്നെ വിളിക്കാൻ വരിക. വീട്ടിലാണ്ട് ജോലിയുണ്ട്, അതുകൊണ്ട് അങ്ങോട്ട് ചെല്ലണമെന്ന് ഇന്നലെ എന്നോട് പറഞ്ഞതാ. അവളവിടെ പോക്കിന് പോകാൻ പറയടി. നീ അവിടെ പോയി ജോലി എടുത്താലുണ്ടല്ലോ, പോലീസ് നിന്നെ അങ്ങ് തൂക്കിയെടുത്തോണ്ട് പോകും. ഞാൻ പോകില്ല. തോന്നിയേ, നല്ല അറിവും കിട്ടിയാണെങ്കിലേ എന്നെ അറിയിക്കാൻ താമസിപ്പിക്കല്ലേ. ശാരദ വരുന്നുണ്ടോ? വരുന്നു. അവളെങ്ങനെയാണ്? അമ്മ വേലയ്ക്ക് പോയപ്പോ പറഞ്ഞായിരിക്കും. ആ കുറിപ്പ് വല്ലതും സംശയിച്ചു? എന്തോ. കുട്ടികളുണ്ടോ? ഉണ്ട്. നീ ഉടനെ പുറത്തു പോ. ആ കുട്ടികളെ ഇങ്ങോട്ട് അയക്കരുത്. നീ എന്നെ പിടിപ്പിക്കാൻ തുടങ്ങുകയാണ്. ആരെങ്കിലും നിന്നെ പിന്തുടർന്ന് വന്നാൽ അപകടമല്ലേ? എന്തിനാണ് നീ വന്നത്? ആ കുറിപ്പ് നിന്നെ കാണുക കൂടി ചെയ്തു. വേറെ ആരെങ്കിലും കണ്ടോ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഒന്നും അറിയാൻ പാടില്ല. അയ്യോ, ഞാൻ ഇത്രയും വിചാരിച്ചില്ല. ഞാൻ തെറ്റ് ചെയ്തു പോയി. ഇനി നമ്മൾ എന്ത് ചെയ്യും? സാരമില്ല, നീ പരിഭ്രമിക്കണ്ട. പോലീസുകാരറിയുമോ? നീ വിഷമിക്കാതിരിക്കും ശാരദ. വേഗം സംസാരിച്ചിട്ട് പോയാൽ മതി. ഒളിവിൽ കഴിയുന്നതിന്റെ ക്രമവും ചിട്ടയും നിനക്കറിയാൻ വയ്യാഞ്ഞിട്ട് പറ്റിയ അപകടമാണ്. ഇപ്പോഴെന്തിനാ വന്നത്? ഒന്ന് കാണാൻ. സങ്കടപ്പെടാതിരിക്കൂ. പോലീസുകാർ വീട്ടിൽ ചെയ്ത ശല്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു. നല്ലൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് നാം ഇതെല്ലാം സഹിക്കുന്നതെന്ന് മാത്രം വിചാരിച്ച് നീ സമാധാനിക്കണം. ഞാൻ എന്തും സഹിക്കും. അങ്ങേ അവരുടെ കയ്യിൽ കിട്ടിയാൽ. അയ്യോ, കിട്ടിയാൽ അവരെന്നെ കൊല്ലും. പക്ഷേ എന്നെ അവർക്കെങ്ങനെ കിട്ടാൻ പോകുന്നില്ല. 5000 അല്ല 50,000 വാഗ്ദാനം ചെയ്താലും എന്റെ രക്ഷയ്ക്ക് വേണ്ടി പട്ടിണി കിടക്കുന്ന മനുഷ്യരുണ്ട്. അതോർത്ത് നീ ദുഃഖിക്കണ്ട. യഥാർത്ഥത്തിൽ നീയാണ് ദുഃഖിക്കാൻ പോകുന്നത്. എല്ലാം സഹിച്ചും കുഞ്ഞുങ്ങളെ നീ വളർത്തണം. നിന്റെ മനസ്സ് ഒട്ടും പതറരുത്. എന്ത് കഷ്ടപ്പാടും സഹിക്കാൻ കഴിവുള്ളവളാണ് ഈ ശാരദ. അതോർത്ത് വിഷമിക്കരുത്. ശരി, എന്നാൽ ഇനി താമസിക്കണ്ട. പോ. കുട്ടികൾ
അച്ഛനെ കാണാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. വേണ്ട ബന്ധം വേണ്ട. അവരെന്നെ കാണരുത്. കുട്ടികൾക്ക് ഒന്നും ഒളിക്കാനുള്ള ശക്തിയില്ല. അത് അപകടമാണ്. അയ്യോ, അവരെപ്പോഴും അച്ഛനെ കാണണമെന്നും പറഞ്ഞ് ശാഠ്യമാണ്. പ്രത്യേകിച്ച് മോൾ. എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടാണ്. വികാരത്തിന് നമ്മൾ അടിമപ്പെട്ടു പോയാൽ അത് അപകടത്തിന് കാരണമാകും. കുട്ടികളോട് അച്ഛനിവിടെ ഇല്ലെന്ന് പറഞ്ഞേക്കൂ. അവർ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുകയാണ്. ഞാൻ അവരെ കാണണമെന്ന് എനിക്ക് നിർബന്ധമാണ്. അപകടമുണ്ടാകുമെങ്കിൽ? ചിലപ്പോൾ. എങ്കിൽ വേണ്ട. എന്നാൽ നീ വേഗം പോകും. കുഞ്ഞുങ്ങളെ അധിക നേരം ആശിപ്പിച്ച് നിർത്തരുത്. തന്നെയുമല്ല, എന്റെ തന്നെ നിയന്ത്രണം ചിലപ്പോൾ വിട്ടുപോകും ശാരദ. അങ്ങൊരു വിധത്തിലും എന്നെയും മക്കളെയും ഓർത്ത് വിഷമിക്കരുത്. പക്ഷേ പോലീസിന്റെ കയ്യിൽ പെടരുത്. ആ ഒരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. നാട്ടുകാരെ വിശ്വസിക്കൂ. മോള് വിളിക്കുന്നു. ഓ, വരാൻ പറയാം. കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും തെക്ക് വന്നിട്ടുണ്ടോന്നാണ്? ഇല്ല, കൊല്ലം ഡിവിഷൻ കമ്മിറ്റി കോറിയേറെ ചെങ്കോട്ടെ അടുത്ത് വെച്ച് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് അയാൾ മുഖേനയുള്ള എല്ലാ ബന്ധങ്ങളും വേർപെട്ടിരിക്കുകയാണ്. ഒരാഴ്ചക്കകം ബന്ധം വീണ്ടും കിട്ടുമെന്നാണ് പറയുന്നത്. എല്ലായിടത്തും സംഘടനകളായിട്ടുണ്ടെന്നാണ് അറിവ്. ആണ്. ഈ സർക്കുലറിന്റെ കുറെ കാപ്പികൾ ഇന്ന് തന്നെ സൈക്ലോ സ്റ്റൈൽ ചെയ്യിക്കണം. ശരി. പിന്നെ നമ്മുടെ മകനില്ലേ അപ്പു, അവരും പ്രവർത്തിക്കുന്നുണ്ട്. ചില രഹസ്യ കത്തുകളും രേഖകളും അവന്റെ കയ്യിലാണ് കൊടുത്തയക്കുന്നത്. ഈ ചെറുപ്രായത്തിൽ തന്നെ അവനും രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കട്ടെ. കുഞ്ഞുങ്ങളെ കാണണമെന്ന് വലിയ ആഗ്രഹമായിരിക്കും. ഇപ്പോൾ 1 വർഷമായി ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ കണ്ടിട്ട്.